The new module Fourier series and partial differential equation. First we are discussing what is Fourier series. എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിലാണ് ഫോറിയർ സീരീസിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് വരുന്നത്. അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഓഫ് ഹീറ്റ്, ഇലക്ട്രോ ഡൈനാമിക്സ് തുടങ്ങിയ പ്രോബ്ലംസ് ഡീൽ ചെയ്യുമ്പം അതിലൊരു പീരിയോഡിക് ഫിനോമിന ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന കേസസിൽ നമുക്ക് ചില ഫങ്ഷൻസിനെ സൈനിൻ്റെയും കൊസൈൻസിൻ്റെയും സീരീസിൽ എക്സ്പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ സൈനിൻ്റെയും കൊസൈൻസിൻ്റെയും സീരീസിനെ നമ്മൾ പറയുന്നതാണ് ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. ഈ ഫോറിയർ സീരീസ് എന്ന് പറഞ്ഞ നെയിം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ജോസഫ് ഫൊറിയർ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസിൽ ഫൊറിയർ സീരീസിനെ കുറിച്ച് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാ ഫൊറിയർ സീരീസ് കണ്ടുപിടിച്ചത്, പക്ഷേ അദ്ദേഹം ഇങ്ങനെ പ്രോബ്ലംസിലൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്തത് കാരണം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സീരീസ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കേസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇക്വേഷൻ അല്ല ഒരു സീരീസ് തന്നിട്ടുണ്ട്. ഈ സീരീസിൽ a0/2 + സിഗ്മ m = 1 to infinity am cos m pi x divided by l plus bm sin m pi x divided by l. ഈ സീരീസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ്സിലെ നമുക്കിതിനൊരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു സീരീസ് ആയിട്ട് കിട്ടും അല്ലേ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫോറിയർ സീരീസ് ഫോർ എഫ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, സൈനിൻ്റെയും കൊസൈൻസിൻ്റെയും ടേംസ് വരുന്ന സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിയർ സീരീസ് ഡീൽ ചെയ്യാൻ ഫസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വാട്ട് ഈസ് പീരിയോഡിക് ഫങ്ഷൻസ്. എന്താണ് പീരിയോഡിക് ഫങ്ഷൻസ് നന്നായിട്ട് അറിയണം. അപ്പോൾ നമുക്ക് പീരിയോഡിക് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. Periodic function. A function f is said to be periodic with period t greater than 0 if the domain of f contains x plus t whenever it contains x, and if f of x plus t equal to f of x for every x in R. അതായത് ഒരു ഫംഗ്ഷനെ പീരിയോഡിക് എന്ന് പറയണമെങ്കിൽ, എക്സ് എന്ന് പീരിയോഡിക് വിത്ത് പീരിയഡ് ടി എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയണം, പീരിയോഡിക് വിത്ത് പീരിയഡ് ടി ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡൊമൈനിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റും അതുപോലെ തന്നെ എക്സ് പ്ലസ് ടി എന്ന് പറയുന്ന പോയിന്റും ഉണ്ടാവണം. ടി എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആയിരിക്കും, ആ നമ്പർ ആഡ് ചെയ്തിട്ടുള്ളത് ആ ഡൊമൈനിൽ, അത് രണ്ടും ഫംഗ്ഷനിൽ ഡൊമൈനിൽ ഉണ്ടാവണം, എന്നാലേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ടിയുടെയും എഫ് ഓഫ് എക്സിൻ്റെയും വാല്യൂ ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം, ഫോർ എവറി എക്സ് ഇൻ ആർ എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദെൻ എഫ് ഈസ് സെറ്റ് ടു ബി പീരിയോഡിക് വിത്ത് പീരിയഡ് ടി ഗ്രേറ്റർ ദാൻ 0. ഒരു എക്സാമ്പിൾ പറയാമോ? എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പറയാം നമുക്ക്. സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ പ്രത്യേകത എന്താ, സൈൻ എക്സ് പ്ലസ് 2π ഈക്വൽ ടു നമുക്ക് എന്ത് തന്നെ കിട്ടും, സൈൻ എക്സ് തന്നെ കിട്ടും. അതുപോലെ തന്നെ കോസ് എക്സ് പ്ലസ് 2π ഈക്വൽ ടു കോസ് എക്സ് തന്നെ കിട്ടും. അപ്പം 2π ആഡ് ചെയ്ത് കൊടുത്താലും ഈ ഫംഗ്ഷൻ വാല്യൂ സെയിം തന്നെയല്ലേ വരുന്നത്. അപ്പോൾ 2π ആണ് ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സൈൻ എക്സ് പ്ലസ് 2π ഈക്വൽ ടു സൈൻ എക്സ്, ദെൻ 2π ഈസ് ദ പീരിയഡ് ഓഫ് സൈൻ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാം സൈൻ ഓഫ് എക്സ് പ്ലസ് 6π സെഗെയിൻ സൈൻ എക്സ് തന്നെയാണ്. ഓക്കെ, 6π എന്ത് തന്നെയാണ്, സൈനിൻ്റെ ഒരു പീരിയഡാണ്. ഓക്കെ, സെയിം വാല്യൂ കിട്ടണം. ആഫ്റ്റർ എ പീരിയഡ് we will get the same value, then it is called a periodic function. ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് ടീനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. എഫ് ഓഫ് എക്സ് പ്ലസ് 2t ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി പ്ലസ് ടി അല്ലേ. പിന്നെ നമുക്ക് ടി എന്ന് പറയുന്ന പീരീഡ് ആണല്ലോ, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ്, അതായത് ഇതിന് നമ്മളൊരു വൈ കൊടുത്താൽ എഫ് ഓഫ് വൈ പ്ലസ് ടി എന്നായി അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് വൈ എന്ന് കിട്ടും. വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ടി ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈക്വൽ ടു ടി ഒരു പീരീഡ് ആയത് കാരണം വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. പിന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് 2t എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും. അതവിടെ 3t കൊടുത്താലും നമുക്ക് ഇങ്ങനെ ചെയ്യാം, 4t കൊടുത്താലും ചെയ്യാം. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം, എഫ് ഓഫ് എക്സ് പ്ലസ് എൻ ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എവറി എക്സ്. എഫ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എൻ ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളിങ്ങനെ എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവുന്ന സ്മോളസ്റ്റ് വാല്യൂ, ഈ ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ, ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന ഈ ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ പീരിയഡ് ഓഫ് ടി. ഫണ്ടമെൻ്റൽ പീരിയഡ് ഓഫ് ടി നമുക്ക് നോക്കാം. സൈൻ എക്സ് എന്ന് പറയുന്നത് പീരിയോഡിക് ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഓരോ 2π ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 4π ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 6π ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും ചെറിയ ഇൻ്റർവെൽ ഏതാ റിപ്പീറ്റ് ചെയ്യുന്നത്, 2π ആണ്. 2πനേക്കാളും ചെറുതുണ്ടോ, ഇല്ല. ഇപ്പോൾ 2π എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ ഫണ്ടമെൻ്റൽ പീരിയഡാണ്. ഓക്കെ, സൈൻ കൊസൈൻ, സൈനും കൊസൈനും
സൈൻ കോസും എന്താണ് നമ്മളുടെ പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫണ്ടമെൻ്റൽ പീരീഡ് എന്താ വരുന്നത്? 2π. ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് വരുന്നത് ഫണ്ടമെൻ്റൽ പീരീഡ് ഈസ് 2π. ഇനി നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുകയാണ് f(x) = c. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് എന്താ കിട്ടുന്നത്? c ആണ് കിട്ടുന്നത്. അങ്ങനെയാണ് ഇത് പീരിയോഡിക് ആണോ? ഇത് പീരിയോഡിക് ഫംഗ്ഷനാണ്. ഇങ്ങനെയാണ് പീരിയോഡിക് ആണെന്ന് പറയാം. f(x + t) = എന്ത് തന്നെയാണ് കിട്ടുന്നത്? f(x + t) = എന്താ കിട്ടുക? c. f(x) = c ആണ്. സോ f(x + t) ഇനി ഏത് വാല്യൂ ഇവിടെ കൊടുത്താലും കോൺസ്റ്റന്റ് ഫംഗ്ഷന് കോൺസ്റ്റന്റ് വാല്യൂ തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ f(x + t) = c ഫോർ ഓൾ t in R. t എന്ന് പറയുന്നത് ആറിലെ ഏത് എലമെന്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? c തന്നെ കിട്ടും. സോ എഫ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. പക്ഷേ എന്തില്ലേ അവിടെ? ഇതിന് ഫണ്ടമെന്റൽ പീരീഡ് ഒന്നും ഇല്ല. കാരണം എന്താ? ടിക്ക് ഏത് വാല്യൂ കൊടുത്താലും കിട്ടും. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് നമ്പർ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇറ്റ് ഹാസ് നോ ഫണ്ടമെന്റൽ പീരീഡ്. ഇനി പീരിയോഡിക് അല്ലാത്ത കുറച്ച് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ നോക്കാം. x², x³ e⁻x, sin hx, cos hx ഇതൊന്നും പീരിയോഡിക് അല്ല. ഇനി സൈൻ ആൽഫ എക്സ് എന്നാണ് പറയുന്നത്. സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും എപ്പോഴും പീരിയോഡിക് ആണ്. ഇനി സൈൻ ആൽഫ എക്സിൻ്റെ പീരീഡ് എന്താ നോക്കാം. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് 2π/ആൽഫയാണ്. അതായത് സൈൻ ആൽഫ എക്സ് പ്ലസ് 2π/ആൽഫ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ആൽഫ എക്സ് എന്ന് കിട്ടുക. ഓക്കെ, അതായത് സൈൻ ആൽഫ സൈൻ 2x ആണെന്ന് വിചാരിക്കാം. സൈൻ 2x സൈൻ എക്സിൻ്റെയാണ്. അപ്പോൾ നമുക്ക് സൈൻ 2xൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? 2π / 2 π ആയിരിക്കും ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ്. സൈൻ 2x + π ചെയ്താലാണ് സൈൻ 2x കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം. സൈൻ mπx/l, ഇവിടെ ആൽഫയ്ക്ക് പകരം mπ/l ആണ് കേട്ടോ. ഓക്കെ, mπx/l എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എങ്ങനെ ചെയ്താൽ മതി? 2π / mπ/l അത്രയും ടൈംസ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? ഇറ്റ് ഈസ് ഈക്വൽ ടു 2l/m. അതായത് സൈൻ mπx/lൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് 2l/m ആണ്. ഇനി നമുക്ക് റിസൾട്ടാണ്. ഒക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രൂഫൊന്നും വേണമെന്നില്ല, മനസ്സിലാവുന്ന കേസ് തന്നെയാണ്. എഫും ജിയും പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. എഫും ടി ഇങ്ങനെ പറയാം, എഫും ജിയും പീരിയോഡിക് ആണ് വിത്ത് പീരിയഡ് ടി. ഇതിൻ്റെ പീരിയഡ് ടി ആണ്. അതായത് f(x + t) = f(x) ആണ്. g(x + t) = g(x) ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതും പീരിയോഡിക് ആണ് വിത്ത് ദ സെയിം പീരിയഡ് ടി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓർത്തോഗണാലിറ്റി ആണ്. ഓർത്തോഗണാലിറ്റി ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻ. അതായത് ഓർത്തോഗണൽ പ്രോപ്പർട്ടി, സൈനിൻ്റെയും കൊസൈനിൻ്റെയും ഫംഗ്ഷൻ്റെ സൈൻ കൊസൈൻ ഫംഗ്ഷൻസിൻ്റെ ഓർത്തോഗണൽ പ്രോപ്പർട്ടീനെ കുറിച്ചാണ് പറയുന്നത്. അത് പറയണമെങ്കിൽ നമുക്ക് ചെറിയൊരു കൺസെപ്റ്റ് അറിയണം. അതിന് വേണ്ടിയിട്ട് നമുക്കത് ഡിഫൈൻ ചെയ്യാം. The standard inner product uv of two real valued functions u and v on the interval alpha less than or equal to x less than or equal to beta is defined by inner product uv equal to integral alpha beta u of x into v of x dx. അതായത് രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഉണ്ട്, യുവും വിയും. രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഉണ്ട്, യു വി. ആ യുടെയും വിയുടെയും സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റിനെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യും. ഓൺ ദ ഇൻ്റർവൽ ആൽഫ ലെസ് ദാൻ or equal to x less than or equal to beta u v equal to integral alpha beta into u of x into v of x dx എന്ന്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ ഇന്നർ പ്രോഡക്റ്റ് ഓർത്തോഗണൽ ആവാം, ഡോട്ട് പ്രോഡക്റ്റ് ഓർത്തോഗണൽ ആവാന്ന് പറയുന്നത് എപ്പോഴാണ്? u dot v equal to 0 ആകുമ്പോൾ അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു യു വി എന്ന് പറയുന്ന ഫംഗ്ഷൻസ് യു വി, ദ ഫംഗ്ഷൻസ് യു ആൻഡ് വി ആർ സെഡ് ടു ബി ഓർത്തോഗണൽ ഓൺ ആൽഫ ലെസ് ദാൻ or equal to x less than or equal to beta if their inner product on the interval is 0. അവിടെ ഇന്നർ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ നമ്മൾ പറയും ഈ രണ്ട് ഫംഗ്ഷൻസും എന്താണ്? ഓർത്തോഗണൽ ആണ് എന്ന് പറയും. നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഓർത്തോഗണാലിറ്റി എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ നമുക്ക് യുവും വിയും ഓർത്തോഗണലാണ് എന്ന് പറയാം. ഓക്കെ, നമുക്കൊരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് മ്യൂച്വലി ഓർത്തോഗണൽ ആണെന്ന് പറയണമെങ്കിൽ അതിൽ ഏത് രണ്ട് പെയർ എടുത്താലും എന്തായിരിക്കണം? രണ്ടെണ്ണം ഓർത്തോഗണൽ ആയിരിക്കണം. അതായത് അതിൻ്റെ ഏത് രണ്ട് പെയറിൻ്റെയും ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പെയറിൻ്റെയും ഇന്നർ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് 0 കിട്ടണം. എ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഈസ് സെറ്റ് ടു ബി മ്യൂച്വലി ഓർത്തോഗണൽ ഇഫ് ഈച്ച് ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഓഫ് ഫംഗ്ഷൻസ് ഇൻ ദ സെറ്റ് ഈസ് ഓർത്തോഗണൽ. ഓരോ ഡിസ്റ്റിങ്ക്റ്റ് പെയർ എടുത്താലും അവ എന്തായിരിക്കണം? ഓർത്തോഗണൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കാം. ദ ഫംഗ്ഷൻസ്
sin m pi x by L cos m pi x by L form a mutually orthogonal set of functions on the interval minus L less than or equal to x less than or equal to L. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇൻ്റർവലിൽ സൈൻ എം പൈ എക്സ് ബൈ എല്ലും കോസ് എം പൈ എക്സ് ബൈ എല്ലും എന്താണ് മ്യൂച്വലി ഓർത്തോഗണൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സൈനും കോസിൻ്റെയും ഫംഗ്ഷൻസ് താഴെ പറയുന്ന ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പ്രോപ്പർട്ടീസ് വേണം. നമുക്ക് ഫൊറിയർ സീരീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റഗ്രേഷൻ വരും. അപ്പോൾ അത് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ടിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു എൽ കോസ് എം പൈ എക്സ് ബൈ എൽ കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് 0 if m not equal to n, l if m equal to n. അതായത് നമ്മളിപ്പം രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻ ആവും. ഇവിടെ എമ്മും എന്നും ഈക്വൽ അല്ലാത്ത കേസിൽ ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻ ആവും. നമ്മൾ പറഞ്ഞു അങ്ങനെയുള്ള ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻസ് ഓർത്തോഗണൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു തൊട്ട് മുമ്പ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ എം നോട്ട് ഈക്വൽ ടു എൻ ആകുമ്പം ഈ ഒരു ഇൻ്റഗ്രേറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ 0 കിട്ടും. എം ഈക്വൽ ടു എൻ ആകുമ്പോൾ നമുക്ക് എൽ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. നമുക്ക് എങ്ങനെയും ചെയ്യാൻ നോക്കാം. ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ കോസ് എം പൈ എക്സ് ബൈ എൽ കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ. ഇവിടെ നമുക്ക് കോസ് എ കോസ് ബി എന്നല്ലേ, കോസ് എ കോസ് ബി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി പ്ലസ് കോസ് ഓഫ് എ പ്ലസ് ബി. ഓക്കെ, ഇതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കോസ് ഓഫ് എം മൈനസ് എൻ പൈ എക്സ് ബൈ എൽ പ്ലസ് കോസ് ഓഫ് എം പ്ലസ് എൻ പൈ എക്സ് ബൈ എൽ എന്ന് കിട്ടും. നമുക്കിതിനെ ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 കോസിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ എം മൈനസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഇതെന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ, ഇൻ്റഗ്രേഷൻ അല്ലേ ചെയ്യുന്നത്. എം മൈനസ് എൻ പൈ ബൈ എൽ. ഇവിടെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ പറഞ്ഞാൽ കോസിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ ഓഫ് എം പ്ലസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഇതിൻ്റെ ഈ ഒരു കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം എം പ്ലസ് എൻ പൈ ബൈ എൽ മൈനസ് എൽ ടു എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മൈനസ് എൽ ടു എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. അതിൽ നമ്മൾ ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്യുന്നത് എം നോട്ട് ഈക്വൽ ടു എൻ ആണ്. എം ഈക്വൽ ടു എന്നിനെ എഗെയിൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ എം നോട്ട് ഈക്വൽ ടു എൻ ആകുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഇവിടെ എം നോട്ട് ഈക്വൽ ടു എൻ ആകുമ്പോൾ ഇതൊരു ഇൻറ്റിജർ ആയിരിക്കും, ഈ വാല്യൂ. അതുപോലെ തന്നെ ഈ വാല്യൂ ഒരു ഇൻറ്റിജർ ആയിരിക്കും. നമ്മൾ ഇതിനെ എൽ ടു എൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലും എല്ലും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത്, അതായത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് കിട്ടുന്നത് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് പൈ ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് പൈ ആയിരിക്കും. സൈനിൻ്റെ മൾട്ടിപ്പിൾ ഓഫ് പൈസ് എല്ലാം എന്താണ്, സീറോസ് ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് ആൻസർ കിട്ടുന്നത്, 0 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി, എം നോട്ട് ഈക്വൽ ടു എൻ ആകുമ്പം ദിസ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി എം ഈക്വൽ ടു എൻ ആകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ കോസ് എൻ പൈ എക്സ് ബൈ എൽ കോസ് എം പൈ എക്സ് ബൈ എൽ എന്നായിരുന്നു. നമുക്കതിനെ എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ കോസ് സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ. എം ഈക്വൽ ടു എൻ കൊടുത്തു. അങ്ങനെയാണിത്. ഈ ഒരു ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്യാം. കോസ് സ്ക്വയർ ഈക്വൽ ടു 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2x. സോ ഇവിടെ കോസ് സ്ക്വയർ എക്സിന് പകരം നമ്മൾ 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2x എന്ന് പറഞ്ഞ റിസൾട്ട് അപ്ലൈ ചെയ്യാം. 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2xന് പകരം എൻ പൈ എക്സ് ബൈ എൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1/2 ഇൻറ്റു 1ൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് പ്ലസ് കോസ് ഉള്ളത് സൈൻ 2 എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡ് ബൈ 2 എൻ പൈ ബൈ എൽ ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ എക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/2 ഇൻറ്റു എൽ മൈനസ് മൈനസ് എൽ എന്ന് കിട്ടും. പ്ലസ് ഇവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലും മൈനസ് എല്ല് കൊടുത്താലും താഴെയുള്ള എല്ലുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ കിട്ടുന്നത് 2n പൈ, അതായത് പൈൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് കിട്ടുക. സോ ആ ടേംസ് കംപ്ലീറ്റ് 0 ആയിപ്പോയി. അപ്പം 1/2 ഇൻറ്റു 2l എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എൽ. നമ്മൾ എം ഈക്വൽ ടു എൻ ആകുമ്പം എൽ ആണെന്നും എം നോട്ട് ഈക്വൽ ടു എൻ ആകുമ്പം 0 ആണെന്നും പ്രൂവ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഐഡൻറ്റിറ്റി നോക്കാം. Integral minus L to L cos of m pi x by L sin of n pi x by L dx equal to 0 for every mn. കാരണം എന്താ, കോസും സൈനും ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻസ് ആണ്. സോ അങ്ങനെയുള്ള ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻസിൻ്റെ ഓർത്തോഗണൽ പ്രോഡക്റ്റ് എന്തായിരിക്കും, ഇറ്റ് ഇസ് ഈക്വൽ ടു 0. അത് രണ്ടും എപ്പോഴും ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ, അതായത് നമുക്ക് ആദ്യം ഇതിനെ ഒന്നുകൂടെ എഴുതാം. പ്രൂഫ്
നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് മൈനസ് എൽ ടു എൽ കോസ് ഓഫ് എം പൈ എക്സ് ബൈ എൽ സൈൻ ഓഫ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഓക്കെ, ഇവിടെ നമുക്ക് കോസ് ഇൻറ്റു സൈൻ എന്നാണ് വരുന്നത്. സോ നമുക്കിതിനെ ഏത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യാം? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ സൈൻ ഓഫ് എ പ്ലസ് ബി മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി. സൈൻ ഓഫ് ഇവിടെ നമുക്ക് എം പ്ലസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ മൈനസ് സൈൻ ഓഫ് എം മൈനസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ടി എക്സ്. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/2 ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രേഷൻ കോസ് ഓഫ് എം പ്ലസ് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ ബൈ എൽ പൈ മൈനസ് കോസ് ഓഫ് എം മൈനസ് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ. ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. മൈനസ് എൽ ടു എൽ. ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് കോസ് ഓഫ് എം പ്ലസ് എൻ പൈ എൽ ബൈ എൽ എന്ന് കിട്ടും അല്ലേ, ഡിവൈഡഡ് ബൈ. ഈ മൈനസ് എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ കോസ് ഓഫ് ഈ മൈനസിന് ഔട്ട് സൈഡ് എടുത്തിട്ട് ചെയ്യാം. അതായത് ഈ മൈനസിനെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മളിവിടെ എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ എഴുതാം, കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല. ഇവിടെ നമുക്ക് കോസ് ഓഫ് എം പ്ലസ് എൻ പൈ എൽ ബൈ എൽ എന്ന് കിട്ടും. പിന്നെ മൈനസ് എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് ഓഫ് എം പ്ലസ് എൻ പൈ മൈനസ് എൽ ബൈ എൽ എന്നല്ലേ കിട്ടാം. ഇവിടെ എല്ലും എല്ലും ഈ എല്ലും ക്യാൻസൽ ചെയ്തു പോയി. പിന്നെ ഇവിടെ ഉള്ളത് കോസ് തീറ്റ, ഇവിടെ കോസ് ഓഫ് എം പ്ലസ് എൻ മൈനസ് പൈ എന്നാ വരിക. അതായത് പിന്നെ നമുക്ക് കോസ് ഓഫ് എം പ്ലസ് എൻ പൈ മൈനസ് ഇതിന് നമുക്ക് കോസ് ഓഫ് മൈനസ് ഓഫ് എം പ്ലസ് എൻ പൈ എന്ന് എഴുതാം. ഇനി ഈ കോസ് ഓഫ് എം പ്ലസ് എൻ പൈ മൈനസ് ഓഫ് കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റയാണ്. നമുക്ക് ഇതിന് പകരം എന്ത് തന്നെ കൊടുക്കാം? കോസ് ഓഫ് എം പ്ലസ് എൻ പൈ മൈനസ് കോസ് എം പ്ലസ് എൻ പൈ തന്നെ കൊടുക്കാം. ഇത് രണ്ടും കൂടെ 0 ആയിപ്പോയി. ഓക്കെ, അതായത് ഈ ടേം 0 ആയിപ്പോവും അപ്ലൈ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ഈ ടേമും 0 ആയിപ്പോവും. അപ്പോൾ ഇതിൻ്റെ മൊത്തം റിസൾട്ട് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 0. അത് എം ഈക്വൽ ടു എൻ ആയിക്കോട്ടെ, എം നോട്ട് ഈക്വൽ ടു എൻ ആയിക്കോട്ടെ, ഇതെല്ലാം എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഓക്കെ, third property, integral minus L to L sin m pi x divided by L into sin n pi x divided by L dx equal to 0 if m not equal to n, L m equal to n. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറയാം. സൈൻ എ സൈൻ ബി നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ സൈൻ എം പൈ എക്സ് ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ കോസ് ഓഫ് എം മൈനസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ മൈനസ് കോസ് ഓഫ് എം പ്ലസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡി എക്സ്. ഓക്കെ, ഇനി നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇൻറ്റു സൈൻ ഓഫ് എം മൈനസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്, അപ്പോൾ എം മൈനസ് എൻ ബൈ പൈ ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും, മൈനസ് സൈൻ എം പ്ലസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ. ഇതിൽ നമ്മൾ എക്സിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നമുക്ക് ആദ്യം എം നോട്ട് ഈക്വൽ ടു എൻ ആകുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഇവിടെ എം നോട്ട് ഈക്വൽ ടു എൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും സൈനിൻ്റെ ടേംസ് ആയതുകൊണ്ട് ഇവിടെ എല്ല് കൊടുത്തു കഴിഞ്ഞാൽ എല്ലും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് പൈയുടെ ഒരു മൾട്ടിപ്പിളാണ് വരിക. സൈനിൻ്റെ പൈയുടെ ഒരു മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. സോ നമുക്ക് ഈ ടേമും 0 ആയിട്ട് തന്നെ കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 0. എം നോട്ട് ഈക്വൽ ടു എൻ ആവുന്ന കേസിൽ ഈ ഒരു ഇൻ്റഗ്രൽ 0 ആണ്. സോ എം ഈക്വൽ ടു എൻ ആകുമ്പോൾ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ സൈൻ സ്ക്വയർ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ സ്ക്വയറിന് നമുക്ക് വേണ്ട ഐഡൻറ്റിറ്റി കൊടുക്കാം. 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2x എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. സോ നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻ്റഗ്രേഷൻ എക്സ് ആണ്. സൈൻ 2π
എക്സ് ബൈ എൽ, അതിൻ്റെ ഇൻറ്റഗ്രേഷൻ വരുന്നത് സൈൻ 2m ബൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ 2m ബൈ ഡിവൈഡഡ് ബൈ എൽ. ഇനി നമ്മളിതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ലിമിറ്റിൽ പറഞ്ഞ പോലെ തന്നെ സൈനിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് വരിക. സോ സൈനിൻ്റെ മൾട്ടിപ്പിൾസ് വരുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് പോവുകയാണ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ആദ്യത്തെ ടേമിൽ എല്ലിൽ കൊടുക്കുമ്പം എൽ മൈനസ് മൈനസ് എൽ, ദാറ്റ് ഈസ് 2l ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ. അപ്പോൾ m ഈക്വൽ ടു എന്നിൻ്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടി? m ഈക്വൽ ടു എന്നിൻ്റെ കേസിൽ ഇൻ്റഗ്രൽ എൽ ആണെന്ന് കിട്ടി. സോ ഈ മൂന്നെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓർത്ത് വെക്കുന്നത് നന്നാവും. ഫൊറിയർ സീരീസിൽ നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.